എൻ്റെ പേര് സിമി. ഞാൻ UK-ലാണ് 18 വർഷമായിട്ട്. സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ് ഇടവക അംഗമാണ്. ഇവിടെ ആനപ്പാറ പള്ളി ഇടവക അംഗമാണ്. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാനൊരു വലിയ ക്രൈസിസ് വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അത് ഡിസംബർ മുതൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ഓൺലൈനിൽ നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ഞാനൊരു 2 മന്ത്സോളത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണ് എനിക്ക് പിന്നീട് ഞാൻ ഒരു ഫെബ്രുവരി 29 ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി. ഞാൻ 6 നിയോഗങ്ങളാണ് വെച്ചത് ഉടമ്പടിയിൽ. അപ്പോൾ 6 നിയോഗങ്ങളിലും എല്ലാം തന്നെ എനിക്ക് മാതാവ് അത് നടപ്പിലാക്കി തന്നു. മാതാവ് ഇടപെട്ട് 6ാമത്തെ നിയോഗം ഞാനത് അവസാനം ഞാൻ പറയാം, അത് ഞങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചേക്കുവാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആദ്യത്തെ നിയോഗം ഞങ്ങൾക്കൊരു ക്രൈസിസ് വന്നു, ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ കേസിൻ്റെ ഒരു ഡിസിഷൻ വരുന്നത് ഒരു മാർച്ച് 14 അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, ഒരു 12-ാം തീയതിക്ക് മുമ്പ് ഇതെല്ലാം ഓക്കെ ആവാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു നല്ല സോളിസിറ്ററിനെ എന്ന് വെച്ചാൽ ഇവിടുത്തെ അഡ്വക്കേറ്റ് അങ്ങനെ കിട്ടി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിന് മുമ്പ് 14-ാം തീയതിക്ക് മുമ്പ് എല്ലാം ഓക്കെ ആക്കി തരണം, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വിശ്വാസത്തിലേക്ക് വരുള്ളൂ എന്ന്. അപ്പം എനിക്ക് 13-ാം തീയതി ആയപ്പം സോളിസിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഫർദർ ആക്ഷനും ഇല്ലാതെ ആ കേസ് അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള ഒരു ഇത് എനിക്ക് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര വിശ്വാസമായി എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ അത് ഒരുപാട് ആളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി. പിന്നെ എൻ്റെ 2ാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എക്സാം എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ഡിപ്ലോമ പഠിച്ചു പോയതാണ്, ഒരു 24 വർഷം മുമ്പ് പഠിച്ചതാണ്. അപ്പം എനിക്ക് കഴിവില്ലാന്ന് എനിക്കറിയാം. ഞാൻ പരിശുദ്ധ അമ്മേനെയാണ് കൂട്ടുപിടിച്ചത്. അപ്പം ഡോക്ടേഴ്സൊക്കെ എഴുതുന്ന ഒരു എക്സാമാണ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതിനകത്ത് എനിക്ക് ഒറിജിനൽ പേഷ്യൻ്റ് വരും, ആ പേഷ്യൻറ്റിനെ ഞാൻ ഡയഗ്നോസ് ചെയ്ത് എല്ലാം പറയണം, പിന്നെ അവരെയൊക്കെ എക്സാം ചെയ്യണം. അങ്ങനത്തെ ഒരു എക്സാമാണ്, ഭയങ്കര ടഫുള്ള എക്സാമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, നീ എന്നെ കാര്യമായിട്ട് പ്രാർത്ഥിക്കണേന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത്, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, എക്സാമിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, എനിക്ക് നാളെ ഒരാവശ്യം ഉണ്ടായിരുന്നു, അതാ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൾ ഉപ്പും തന്നായിരുന്നു. ആ ഉപ്പും കൊണ്ട് പോയി എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിനും ഞാൻ ആ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉപ്പ് നീ ഇട്ടിട്ട് നീ പൊക്കോ, നീ പാസ്സാവുമെന്ന്. അപ്പോൾ അവളും പാസ്സായി. ഞാനും ആ എക്സാം ഒരു കുഴപ്പമില്ലാതെ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായി. അപ്പം ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക് ചെയ്യുന്ന യൂണിറ്റിൽ ഒത്തിരി മലയാളികൾ ഉള്ളതാണ്, അപ്പം നീ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം, ഞാനിത് ജയിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ അവൾ എനിക്ക് മാതാവിന് എന്നെ ആട്ടോ നാണക്കേടെന്ന് പറഞ്ഞു. അപ്പം ആ എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സായി, എനിക്ക് ഒരു കുഴപ്പമില്ലാതെ. അപ്പം അതുപോലെ തന്നെ എനിക്ക് പേപ്പർ വർക്കുകളും എസ്സേയും ഒക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കൊടുത്തത്. ഇംഗ്ലീഷുകാർക്ക് പോലും കിട്ടാത്തടത്തോളം ഉള്ള മാർക്കാണ്, 95% മാർക്കാണ്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് അങ്ങനെ ആ നിയോഗം എനിക്ക് സാക്ഷിയാക്കി സാധിച്ചു തന്നു. പിന്നെ 3ാമത്തെ നിയോഗം എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. അവന് ഇപ്പോൾ 18 വയസ്സുണ്ട്. ആൾ അവിടുത്തെ A-level എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രീ ഡിഗ്രിയാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഫെബ്രുവരിയിൽ പറയും, അമ്മ ഇങ്ങനെ എനിക്ക് ജോലി എന്തായാലും എവിടെയെങ്കിലും കിട്ടും, ഞാൻ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ ഈ ആവശ്യം കൂടി വെച്ചു. അവൻ അതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കൂടെയൊക്കെ മടിയായിരുന്നു, പക്ഷെ പ്രാർത്ഥനയിൽ വരും, പ്രാർത്ഥിക്കും ആൾ. മിനിഞ്ഞാന്നാണ് റിസൾട്ട് വന്നു. അവൻ എക്സാമും എഴുതി,
ഒരു കുഴപ്പമില്ലാതെ അവൻ എല്ലാം അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. അവന് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടി. അക്കോമഡേഷൻ വരെ ശരിയായിട്ടുണ്ട്. അവൻ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ അവൻ നാട്ടിലേക്ക് വരും. അവൻ മാത്രം ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു നിയോഗം എൻ്റെ ഉണ്ടായിരുന്നത്, ഞാനും ഇത്രയും കാലമായിട്ട് ഞാൻ വേറൊരു സീനിയർ പോസ്റ്റിലേക്ക് ഞാൻ ഇതുവരെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്ന സീനിയർ പോസ്റ്റുകളിലേക്കൊക്കെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ചിലതൊക്കെ ഞാൻ ഒഴിവാക്കി വിടും. പിന്നെ ഈ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. അത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടാണ് പോയത്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സീനിയർ അവിടുത്തെ ഇംഗ്ലീഷുകാരി ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ഈ ജോലി ഞാൻ എടുത്തോളാം, നീ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാനാ. അപ്പം ഞാൻ ആ ഉപ്പ് ഞാൻ അവിടെ ഇട്ടില്ല. ആ ഉപ്പ് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ പിടിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടാതിരുന്നത്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ആ റൂമിലെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ബൈബിള് വായിച്ചു, ബൈബിള് കയ്യിലെടുത്ത് വെച്ചു, കൊന്ത പിടിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ മാതാവ് ഇടപെട്ടേക്കെന്താ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നാട്ടിലേക്ക് പോവുക, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറണമെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു ആവശ്യം കൂടി എനിക്ക് സാധിച്ചു തന്നെ കേട്ടോ എന്ന്. അപ്പോൾ എനിക്ക് അന്ന് തന്നെ അവർ ഈവനിങ്ങിൽ എനിക്ക് ആ സീനിയർ പോസ്റ്റ് വേക്കൻസി എനിക്ക് അത് ടെമ്പററി ആണ് എങ്കിൽ പോലും ആ ഒരു പോസ്റ്റ് എനിക്ക് അവർ ഓഫർ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ മെയിലെടുത്ത് നോക്കിയപ്പം അവിടുത്തെ എൻ്റെ മാനേജർക്ക് വിട്ടേക്കുന്നത് അവളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എത്ര പെട്ടെന്ന് ചെയ്യണം, സെപ്റ്റംബർ 9-ാം തീയതി തന്നെ അവളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വേണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അപ്പോൾ അതിന് ഞാൻ 1000 നന്ദി പറയുന്നു മാതാവിന്. അതുപോലെ തന്നെ എനിക്കൊരു വീട് ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു എൻ്റെ 5ാമത്തെ നിയോഗം. അപ്പോൾ ആ ഒരു വീട് ഞാൻ സാക്ഷ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാനൊരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വീട് ഞാൻ കണ്ടപ്പം ആ വീട് കണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വിറ്റുപോയി, മാർക്കറ്റിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഇഷ്ടപ്പെട്ട വീടായിരുന്നല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഒരു 2 മാസമായി കഴിഞ്ഞപ്പോൾ ആ വീട് വീണ്ടും മാർക്കറ്റിൽ വന്നു. ഞങ്ങളങ്ങനെ ആ വീട് പോയി കണ്ടു. ഞാനാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ഏജൻറ്റ് പുറത്ത് പോയ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും അവിടെ ഉപ്പിടാനും എല്ലാത്തിനും എനിക്ക് പറ്റി. അപ്പോൾ ആ വീട് ആക്ച്വലി കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എടുക്കാതിരുന്നത്. അവരിങ്ങോട്ട് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വീട് എടുക്കുന്നില്ലേ, ഈ വീട് നിങ്ങൾക്ക് തരാം, വീട് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച്. ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചേക്കുന്ന കാരണം ആ വീട് വിറ്റ് പോകുന്നില്ല. ബൈബിളിലും വെച്ചേക്കുമായിരുന്നു ആ വീട്. പിന്നെ അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, നമ്മൾ ഒത്തിരി തലവേദനകൾ എടുത്ത് വെക്കേണ്ട, എല്ലാവരും നമ്മൾ വലിയ വീട് വേണം, വലിയ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഹെഡേക്കൊക്കെ എടുത്ത് വെച്ച് അത് നമ്മുടെ വീട്ടിലത് പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഇടയാക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വീടാണ്. അപ്പം ഞങ്ങൾ തന്നെ വിചാരിച്ചു ഞങ്ങളിപ്പോൾ തൽക്കാലം ആ വീട്ടിൽ, ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള വീട്ടിൽ തന്നെ നിൽക്കാമെന്നുള്ള ഒരു തീരുമാനം. അതുപോലെ എൻ്റെ 3 മക്കളും ദൈവവിശ്വാസത്തിലേക്ക് വരണമെന്നായിരുന്നു. കാരണം ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ്. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് പിള്ളേരൊന്നും അങ്ങനെ വലിയ പ്രാർത്ഥനയോ അവിടുത്തെ വിശ്വാസം തന്നെ ഇല്ല അവിടെ ആർക്കും. അപ്പോൾ ഇവരെല്ലാവരും പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും എല്ലാം ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഇപ്പം ദിവസങ്ങളിൽ പള്ളി വിളിച്ചാൽ എല്ലാവരും വരുന്നുണ്ട്, ഹസ്ബൻഡായാലും. അപ്പോൾ അതിനെല്ലാത്തിനും ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ വൃദ്ധസദനത്തിലൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി വർക്കുകൾക്കും എല്ലാം പൈസ അയച്ചു കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ അമ്മച്ചിയോട് അവർക്കൊക്കെ വേണ്ട ഫുഡ് അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുപ്പിക്കും. പിന്നെ അവിടെ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പോവും, പേഷ്യൻസിനോടൊക്കെ ഞാൻ സംസാരിക്കും. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് ഫ്രണ്ട്സിനും ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് പേജിലും എല്ലാം ഞാൻ ഫോർവേഡ് ചെയ്ത് ഇടാറുണ്ട്.
അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. വളരെ ക്രൈസിസ് ആയ ഒരു സമയത്ത് ഇവിടെ എത്തി ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാതാവിൻ്റെ സാന്നിധ്യം വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളോട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന നല്ലൊരു ശതമാനം പേരും വലിയൊരു പ്രാർത്ഥനാ നിയോഗമായിട്ടാണ് എപ്പോഴും ഈ ആലയത്തിലേക്ക് വരുന്നതും. പരിശുദ്ധ അമ്മ അവർ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളോടൊപ്പം അമ്മ സാന്നിധ്യം അറിയിക്കുകയും അത് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന അനുദിനം ഇവിടെ നടക്കുന്ന വലിയൊരു ശുശ്രൂഷയും ഒരു ദൈവസ്നേഹത്തിൻ്റെ അടയാളവും കൂടിയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച വിഷയങ്ങളിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതുമെല്ലാം തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന വർദ്ധിക്കുവാനും ഉടമ്പടിയോട് ചേർന്ന് നിന്നപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തപ്പോൾ ജീവിതത്തിൽ ലഭിച്ച വിജയവും ജീവിതത്തിൽ ലഭിച്ച എല്ലാ സന്തോഷവും എല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണെന്നുള്ളതാണ് ഈ സാക്ഷ്യവും നമുക്ക് നൽകുന്ന സന്ദേശം. ഏറെ പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് നൽകിയ ഉടമ്പടിയുടെ എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.